നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് മുതൽ നമ്മുടെ ഹെയർ കെയറിന്റെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഹെയർ ഗ്രോത്ത്, ഹെയർ കെയർ കേട്ടോ. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഒരു 0 കോസ്റ്റിലാണ് നമ്മൾ ഈ ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. അപ്പൊ ഒരു 7 days ആണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ 0 കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പുറത്തുനിന്നൊന്നും പൈസ കൊടുത്ത് മേടിച്ചിട്ട് ചെയ്യേണ്ടാത്ത കാര്യങ്ങളാണ് നമ്മൾ. എന്നാൽ നമുക്ക് കുറച്ചും കൂടിയും നമ്മളധികം ട്രൈ ചെയ്ത് നോക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യണം കേട്ടോ. അതായത് നിങ്ങൾ മിക്കവാറും ചിലപ്പോൾ പല കാര്യങ്ങളും ആദ്യമായിട്ട് കേൾക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു മെത്തേഡൊക്കെയാണ് നമ്മൾ കാണാൻ പോണത്. അപ്പൊ എന്തായാലും ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ നമുക്ക് കഴിക്കേണ്ടതായിട്ടുള്ളതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമുക്ക് ആദ്യം ഹെയർ ലോസ് അങ്ങനത്തെ പ്രോബ്ലംസിൽ നിന്ന് തുടങ്ങാം. അതായത് മുടി കൊഴിച്ചിലിനും അതേപോലെ തന്നെ താരൻ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഇല്ലേ. അതായത് മുടി വളർച്ച മുരടിച്ച് നിൽക്കണ അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനെ വളർച്ച മുരടിക്കാനായിട്ട് നമ്മളെ കൂടുതലായിട്ട് തലയിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ല. ഹെയർ ലോസ് ഉണ്ടെങ്കിൽ അധികം മുടി വളർച്ച ഉണ്ടാവില്ല. അതുപോലെ തന്നെ താരനുണ്ടെങ്കിൽ മുടി മിക്കവാറും പലരുടെയും മുടി വളർച്ച അങ്ങനെ മുരടിച്ച് നിൽക്കണ മാതിരി തോന്നും. അതായത് ഒരു ഇത് കഴിഞ്ഞ മുടി, ഒരു പരിധി കഴിഞ്ഞ മുടി വളർന്നില്ല എന്നൊക്കെ പറയുന്നില്ലേ. അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് നമ്മളിന്ന് കാണുന്നത് വളരെ ഒരു സൂപ്പറായിട്ടുള്ള ഒരു റെമഡിയാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പോൾ പലർക്കും ഇത് ആദ്യത്തെ ഒരു അറിവായിരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു നല്ലൊരു നാച്ചുറൽ അല്ലെങ്കിൽ ഒരു ഹെർബൽ റെമഡി ആയിട്ട് ഒരു ആയുർവേദ റെമഡിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു 3 തവണ, ഫസ്റ്റ് ഒരു 2-3 വീക്ക് അല്ലെങ്കിൽ ഒരു മന്തെങ്കിലും ആഴ്ചയിൽ ഒരു 3 തവണ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വലിയ നമ്മുടെ വീട്ടിലെല്ലാവരുടെയും ഉണ്ടാവുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ്, ഒറ്റ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടുള്ള ഒരു കാര്യം കേട്ടോ. അപ്പോൾ മുടിയിൽ നമുക്കിപ്പോൾ എന്താ പറയുക, പോസ്റ്റ് പാർട്ടം ഹെയർ ലോസ് ആണെങ്കിലും അതേപോലെ നമുക്ക് എന്തെങ്കിലും ഹോർമോൺ ചേഞ്ചസിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഭയങ്കര ഹെയർ ലോസ് ആണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറയുന്നുള്ളൂ. കാരണം എന്തെങ്കിലും ഹോർമോൺ ചേഞ്ചസ് ഉള്ളിൽ നിന്നൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതും കൂടി ചെയ്താലാണ് മാറുള്ളൂ. പിന്നെ വിറ്റമിൻ ഡി നമ്മളെല്ലാവരും ചെക്ക് ചെയ്യണം. കാരണം വിറ്റമിൻ ഡി നമുക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഹെയർ ലോസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ അതൊക്കെ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഒരു 30+ കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു 3 മാസമോ 4 മാസമൊക്കെ കൂടുമ്പോൾ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ്. നമുക്കിങ്ങനെ ഓരോ രോഗങ്ങൾ വന്ന് കയറി തുടങ്ങണം, അതായത് സ്റ്റാർട്ടിങ് തുടങ്ങണ ഒരു കാര്യമാണല്ലോ. അതായത് നമുക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു ഫുൾ ബോഡി ഒരു പാക്കേജ് ഒക്കെ ഉണ്ടാവില്ലേ, അത് ഞാൻ നോക്കാറുണ്ട് കേട്ടോ ഒരു 3-4 മാസം കൂടുമ്പോൾ. അപ്പോൾ അങ്ങനെ നല്ലതാണ് നമുക്ക് ഒരു ചെക്കപ്പ് ചെയ്യണത്. അപ്പോൾ നമുക്ക് വിറ്റമിൻ ഡിയും കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാനിതിപ്പോൾ 1 മാസത്തിന് മുന്നേ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നോർമലായിട്ട് എല്ലാതും. അപ്പോൾ നിങ്ങളത് നോക്കാം കേട്ടോ. ഭയങ്കരമായിട്ട് ഹെയർ ലോസ് ഉണ്ടെങ്കിൽ അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്ക് മുതൽ അതായത് നമുക്കിപ്പോൾ നമ്മളിങ്ങനെ പാക്കൊക്കെ ഇട്ട് കൊടുക്കുക ഒരു 6-7 വയസ്സ് അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. മുടി കൊഴിച്ചിലുണ്ടെങ്കിലും മുടി ഗ്രോത്തിനും ഹെൽപ്പ് ചെയ്യും. പക്ഷെ മെയിനായിട്ട് നമ്മളിത് മുടി കൊഴിച്ചിൽ സ്റ്റോപ്പ് ചെയ്യാനും ഡാൻഡ്രഫ് കുറയാനും അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് നമ്മൾ യൂസ് ചെയ്യണത് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ എല്ലാവരും നമ്മുടെ ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ കട്ടയ്ക്ക് സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു 7 days ആണ്, ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റണവര്. കാരണം ഹെയർ ലോസ് അല്ല, അപ്പൊ ഞാൻ ഹെയർ ഗ്രോത്ത് ചലഞ്ചാണ്. അപ്പൊ ഞാൻ എന്നും ഹെയർ വാഷ് ചെയ്യണില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിലൊരു ഗ്യാപ്പ് വരും. അപ്പൊ നിങ്ങളത് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ കാണാൻ പോണ മെയിൻ ആയിട്ടുള്ള കാര്യം ഇതാണ്, ഈ ഒരു സംഭവം കേട്ടോ. ഇത് എന്താന്ന് വിചാരിക്കുന്നുണ്ടാവും. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ നമുക്കിത് എന്താണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഇതിനായിട്ട് ആദ്യം വേണ്ടത് ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഇതാണ്, വേറെ ഒന്നുമല്ല, എള്ളാട്ടോ. എള്ള് നമുക്ക് എല്ലാവർക്കും അറിയാം, കറുത്തിട്ടുള്ള എള്ള ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ മുടി നന്നായിട്ട് സോഫ്റ്റ് ആൻഡ് സിൽക്കി ആക്കാനും അതേപോലെ മുടിയുടെ ഇഷ്യൂസിനെ നന്നായിട്ട് മാറ്റാനും മുടി നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് ആവശ്യത്തിന്, അതായത് നമ്മുടെ മുടി ലെങ്ത്തിനനുസരിച്ച് നമുക്ക് എള്ള് വെള്ളത്തിലിട്ട് വെക്കാം. എന്നിട്ട് പിറ്റേന്ന് ആ ഭാഗം ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിറ്റേന്ന് ഞാൻ ആ എള്ള് അങ്ങനെ തന്നെ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് നേരെ ഒരു തുണിയിലാക്കി കെട്ടിവെച്ചതാണ്. എന്നിട്ട് നമ്മൾ പിറ്റേന്ന് രാവിലെ മുഴുവനും, അതായത് പിറ്റേന്ന് പകല് ഫുള്ളും, അതിന്റെ പിറ്റേന്ന് രാത്രിയും, അതായത് 2 ദിവസം ഈ ഒരു തുണിയിൽ നമ്മൾ കെട്ടിവെച്ചു ആ ഒരു എള്ളെടുത്തിട്ട്. എന്നിട്ട് നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒരു കോട്ടണിൽ കെട്ടിവെക്കുകയാണ് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ നമുക്കിത് മുളപ്പിക്കാനാണ് കേട്ടോ. എള്ള് മുളപ്പിച്ചിട്ടുള്ള ഈ ഒരു കാര്യം, അതായത് മുളപ്പിച്ച എള്ളിനെയാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യണത്. അപ്പോൾ ഇത് നന്നായിട്ട് അത്യാവശ്യം മുളച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ചെടുത്തിട്ട് നമ്മുടെ തൊടിയിലോ മുറ്റത്തോ എവിടെയെങ്കിലും ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ഇല ഭയങ്കര നല്ലതാണ്, നന്നായിട്ട് മുടി വളരാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ എള്ള് മുളച്ചിട്ടുണ്ട്. 2 ദിവസം, അതായത് ഇത് കെട്ടി വെച്ചിട്ട് അന്നും പിറ്റേ ദിവസവും ഇതിങ്ങനെ ഇരുന്നൂട്ട് കെട്ടിയിട്ട് തന്നെ യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. പുറത്ത് തന്നെയാണ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായത്. നമുക്ക് വേറെ ഏതെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ, മുളപ്പിക്കാനുള്ള ഐഡിയ ഉണ്ടെങ്കിൽ അങ്ങനെ മുളപ്പിക്കാം. എന്നിട്ട് ഈ എള്ള് മുളപ്പിച്ചതാണ് നമ്മുടെ തലയിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇത് ശരിക്കൊരു മാജിക് റിസൾട്ടാണ് ഇതിന് നമുക്ക് കിട്ടുക. മുടി നന്നായിട്ട് വളരുകയും ചെയ്യും. അതേപോലെ നമുക്ക് മുടി ഭയങ്കര സിൽക്കി സോഫ്റ്റ് ആവും. ഇങ്ങനെ എങ്ങും എന്ത് ചെയ്തിട്ടും പപ്പറപ്പറയായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഫ്രിസി ആയിരിക്കണം മുടി, ഭയങ്കര സോഫ്റ്റ് ആവും. ഇത് നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു മുളപ്പിച്ച എള്ള് നമ്മൾ
ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിൽ നമുക്ക് എഗ് വൈറ്റ് ചേർക്കാം, ഇല്ലെങ്കിൽ കഞ്ഞിവെള്ളം. ഞാനിവിടെ കഞ്ഞിവെള്ളം എടുത്തിരിക്കണം, കാരണം എല്ലാവർക്കും എഗ് വൈറ്റ് എപ്പോഴും കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കഞ്ഞിവെള്ളം മതി. അന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ചോറിൻ്റെ കഞ്ഞിവെള്ളമാണ്. നല്ല ഫൈനായിട്ടുള്ള പേസ്റ്റ്. അപ്പോൾ പേസ്റ്റ് ആക്കുമ്പോൾ ഇതുമാതിരി ഇരിക്കാം. ഈ എള്ള് മുളച്ചത് കൊണ്ട് തന്നെ കുറച്ചൊരു ഇങ്ങനെ വഴുവഴുപ്പ് കൂടുതലായിരിക്കും. ഇത് നമുക്ക് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നും വേണ്ട, ഇത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ഈ ഒരു മിക്സ് നമ്മൾ എടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് ഞാൻ ഏകദേശം 2 ദിവസം കൊണ്ടാട്ടോ നമ്മുടെ എള്ള് മുളപ്പിച്ചത്. അതായത് നമ്മൾ ഒരു ദിവസം രാത്രി നമ്മൾ തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചു. പിറ്റേ ദിവസം നമ്മളത് കുതിർന്നത് എടുത്തിട്ട് ഒരു കോട്ടൻ്റെ ക്ലോത്തിൽ കെട്ടി വെച്ചു. പിറ്റേ ദിവസം മുളച്ചിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ പിറ്റേ ദിവസം നന്നായിട്ട് മുളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് കുറച്ചെടുത്തിട്ട് നമുക്ക് മണ്ണിൽ മുളപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇലയില്ലേ, എള്ളിൻ്റെ ഇല ഭയങ്കര നല്ലതാണ് സ്കിന്നിനും ഹെയറിനും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ സ്കിന്നിലേക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അതിൻ്റെ എല്ലാം നല്ല സൂപ്പർബാണ്. സ്കിൻ നന്നായിട്ട് ടൈറ്റ് ആൻഡ് ലൈറ്റ്, നല്ലൊരു ആൻറ്റി ഏജിങ് പാക്കൊക്കെ ആട്ടോ. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഇതുപോലെ നല്ല കുഴമ്പ് മാതിരി ഇങ്ങനെ നല്ല കുഴമ്പ് രൂപത്തിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇതെടുത്തിട്ട് നമ്മൾ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഒരു 2-3 ദിവസം മതി കേട്ടോ ആഴ്ചയിൽ. അപ്പോൾ എപ്പോഴും ഫ്രഷ് ആയിട്ട് ചെയ്യാൻ നല്ലത്. നിങ്ങൾക്ക് ഇനി പറ്റുന്നില്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ തണുപ്പ് നല്ലോണം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് തലയ്ക്ക് ചിലർക്ക് ഭയങ്കര ജലദോഷം കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ റെഡിയാക്കുമ്പോൾ ജസ്റ്റ് ഇത്രയല്ലേ പണിയുള്ളൂ. 2 രാത്രി ഇങ്ങനെ ജസ്റ്റ് നമ്മൾ കെട്ടിവെച്ച് പുറത്ത് തന്നെ വെച്ചാൽ മതി. കിഴിയാക്കി കെട്ടിവെച്ചാൽ പെട്ടെന്ന് തന്നെ മുളയ്ക്കും. അല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അങ്ങനെ മുളപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മുടി നന്നായിട്ട് നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആവും. അതേപോലെ തന്നെ നമുക്ക് മുടിയിലുള്ള കുറേ അധികം ഇഷ്യൂസ്, അതായത് നമ്മുടെ ഈ ഡാൻഡ്രഫ്, അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ, ഇങ്ങനെ ഇഷ്യൂസിനൊക്കെ നന്നായിട്ട് ഒരു പരിധി വരെ ഒരു 90% നന്നായിട്ട് മാറ്റണ ഒരു പാക്കാണ്. പക്ഷേ എള്ളിങ്ങനെ മുളപ്പിച്ച് യൂസ് ചെയ്ത് നോക്കും, നല്ല സൂപ്പർ റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. അപ്പോൾ ഇത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എണ്ണ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇത് ഇടുമ്പോൾ ഈ പാക്ക് മാത്രമായിട്ട് ഇട്ടാൽ മതി. ഓയിലി ആണെങ്കിലും നമുക്ക് ഒരു പരിധി വരെ ഇത് നമുക്ക് നമ്മുടെ മുടിയിൽ അഴുക്കിനെയും കളയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വേറൊരു ഷാമ്പു കാര്യങ്ങൾ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ പാക്ക് ഇത് എങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ആക്കിയാൽ താഴ്ത്തേക്ക് വീഴും, അത്രയും സ്മൂത്തായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്നും വേണ്ട കേട്ടോ അപ്ലൈ ചെയ്യേണ്ടത്. ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു 2 തവണ അല്ലെങ്കിൽ 3 തവണ, കൂടി വന്ന 3 തവണ മതി, അല്ലെങ്കിൽ 2 തവണ. അതിപ്പോൾ ഇങ്ങനെ ഒന്ന് ഇടവിട്ടിട്ടോ അല്ലെങ്കിൽ നമുക്ക് സമയം കിട്ടുന്നതിൽ ആഴ്ചയിൽ 2 തവണ എപ്പോഴെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു അരമണിക്കൂറിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. അല്ലെങ്കിൽ നമുക്കൊരു 20 മിനിറ്റ് എങ്കിലും കുറഞ്ഞത് വെക്കണം. എല്ലാവരും അപ്ലൈ ചെയ്യുക. മെയിനായിട്ട് നമ്മുടെ തലോട്ടി നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഹെയറുകാർ നമുക്കിതിൽ ഇത് കഴുകി കളയാൻ വേറൊരു സോപ്പോ ഷാമ്പോ ഒന്നും യൂസ് ചെയ്യണ്ട. ഇത് നല്ല സോഫ്റ്റ് ആക്കും മുടീനെ. അതുപോലെ തന്നെ മുടിക്ക് ചെറിയൊരു മയ ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ ഭയങ്കര ഓയിലി ഹെയർ ആണ്, നിങ്ങൾക്ക് ഇപ്പോൾ നാളെ എന്തെങ്കിലും പരിപാടി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മുടി ഒട്ടിക്കെടുക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള പരമാവധി മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് എന്തെങ്കിലും ഹെയർ വാഷ് ചെയ്യണം എന്തെങ്കിലും ഉപയോഗിച്ചാൽ മതി. അപ്പോൾ എൻ്റെ മുടിയൊക്കെ ഓയിലി ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒന്നും കൂടി ഒട്ടിക്കെടുക്കും. കാരണം ഈ എള്ള് നമ്മുടെ മുടീനെ ഭയങ്കര സോഫ്റ്റ് ആൻഡ് സിൽക്കി ആക്കും. അപ്പോൾ എൻ്റെ മുടി ഓൾറെഡി അങ്ങനെ ഒട്ടിക്കെടുക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂ മറ്റോ യൂസ് ചെയ്യാം. യൂസ് ചെയ്യണമെങ്കിൽ മാത്രം മതി. വെറുതെ വീട്ടിലിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യേ വേണ്ട കേട്ടോ. നമുക്ക് അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സോഫ്റ്റ്നെസ് മുടിക്ക് കിട്ടും. അതേപോലെ മുടി കൊഴിച്ചിൽ, താര, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറും. നല്ല റിസൾട്ടാണ്. പിന്നെ ഈ എള്ള് നിങ്ങൾക്ക് മുളപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നമ്മുടെ മുറ്റത്തൊക്കെ ഇട്ട് കൊടുത്താൽ ആ ഇല മാതിരി അതിൻ്റെ ഇല വരില്ല. അത് നമ്മുടെ ദേഹത്താണെങ്കിലും സ്കിന്നിനാണെങ്കിലും ഭയങ്കര സോഫ്റ്റ് ആക്കാനും ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ആണ് ആ ഒരു ധാരാളം ഉണ്ട് എള്ളിൻ്റെ ഇലയിൽ. ഭയങ്കര നല്ലതാണ്. മുടി ഇതുപോലെ നല്ല സിൽക്കി ആൻഡ് സോഫ്റ്റ് ആവും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഒരു 2 ആഴ്ചയോളം അടുപ്പിച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ല വ്യത്യാസം വരും. അതിന് ശേഷമാണ് നമ്മൾ അടുത്ത വീഡിയോസ് കാണുന്നത് നിങ്ങൾ ചെയ്യേണ്ട കേട്ടോ. കാരണം നിങ്ങൾക്ക് ഭയങ്കര മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ 2 ആഴ്ച ഈ ഒരു പാക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യുക. അതിന് ശേഷം നമ്മുടെ ഹെയർ ഗ്രോത്തിൻ്റെ പാക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഹെയർ ഗ്രോത്തിനും കൂടി നല്ലതാട്ടോ. എല്ലാം കൂടി ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഏറ്റവും ഇഫക്റ്റീവും നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടും ചെയ്യാം. അപ്പോൾ എന്താ പറയുക, നല്ലൊരു റെമഡിയാണ് നമ്മൾ ഇന്ന് കണ്ടിട്ടുള്ളത്. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് മുളപ്പിച്ചിട്ട് അരച്ചിട്ട് പേസ്റ്റ് ആക്കി ചെയ്ത് നോക്കുക. നമുക്ക് കഞ്ഞിവെള്ളത്തിലോ എഗ് വൈറ്റിലൊക്കെ നമുക്ക് മിക്സ് അരച്ച്, അതായത് കൂടെ ചേർത്ത് അലോവേര ഒക്കെ കൂടെ ചേർത്ത് നമുക്ക് തലയിൽ ഇടാവുന്നതാണ്. ഒന്നിടവിട്ട് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3 തവണ ഗ്യാപ്പ് വിട്ടിട്ട് മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കുട്ടി മുടികളൊക്കെ വളരാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എള്ള് എന്ന് പറയുന്നത് വിറ്റമിൻ ഇ റിച്ച് ആണ്. നമുക്ക് നല്ലതാണ്. ഉള്ളിലേക്ക് കഴിക്കുന്നതാണെങ്കിലും അതിപ്പോൾ നമ്മൾ സെപ്പറേറ്റ് വേറൊരു വീഡിയോ ചെയ്യാം. നമുക്ക് ഇങ്ങനെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഡ്രിങ്ക്സോ അല്ലെങ്കിൽ അങ്ങനെ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മളെപ്പോഴും എന്തെങ്കിലും ചെയ്യുമ്പോൾ ഉള്ളിലേക്കും കൂടി ന്യൂട്രീഷൻസ് എത്തണം. എന്നാലാണ് നമുക്ക് പുറത്തുനിന്ന് ഉള്ളിൽ നിന്ന് കൂടിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. പുറത്തുനിന്ന് മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.